ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാരമടുക്കളയിലേക്ക് സ്വാഗതം. ഞാനൊരു പഴയൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഇലയട. അപ്പൊ നമ്മൾ ഇലയട എങ്ങനെ ഉണ്ടാക്കുന്നത്? വറുത്ത അരിപ്പൊടി വെച്ചിട്ടില്ലേ? ചില സമയത്ത് നമ്മുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടാവില്ല. അപ്പൊ നമ്മള് അരി വറക്കാനും പൊടിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര മടിയായിരിക്കൂലേ? ആ സമയങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇലയടയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അത് പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ ഇലയടയും പച്ചരി ഉപയോഗിച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ വറക്കോ പൊടിക്കോ ഒന്നും തന്നെ ചെയ്യുന്നില്ല, പകരം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിന്ന് 1.5 കപ്പോളം പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1.5 കപ്പാണ് എടുത്തത് കേട്ടോ. അതുപോലെ നമ്മുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ ഒരു വലിയ തേങ്ങയാണ് ചിരവി വെച്ചിരിക്കുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഇന്ന് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ശർക്കരയോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ 1 കപ്പോളം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്ന കേട്ടോ. പിന്നെ ഇത് ഏലക്കായും ജീരകം കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അരയ്ക്കാൻ വേണ്ട വെള്ളം എന്ന് പറയുന്നത് വളരെ കുറച്ച് ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് പച്ചരി അരച്ചെടുക്കാം. അത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് വളരെ കുറച്ച് മതി. നിങ്ങളുടെ മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ച് എത്ര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാമോ അത്രയും കുറച്ച് തന്നെ നമുക്ക് അരച്ചെടുക്കണം. അപ്പൊ ഞാൻ ഒഴിച്ചിരിക്കുന്നത് നമ്മുടെ പച്ചരി ഇട്ടതിന്റെ പകുതിയോളമാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഞാൻ മുഴുവൻ അരി ഇട്ടിട്ടില്ല, 2 ഭാഗമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഞാനിത് ഫുൾ അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇനി നമ്മുടെ അരിമാവ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. പക്ഷെ എന്നാൽ അരി നന്നായിട്ട് അരഞ്ഞിട്ടുമുണ്ട്. മാക്സിമം വെള്ളം കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഈ സമയത്ത് നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ തേങ്ങ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ സാധാരണ ഫില്ലിങ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. നമ്മുടെ തേങ്ങയും വെല്ലവും അതുപോലെ തന്നെ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കിനി ഇലയട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വാഴയില എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി മാവായതുകൊണ്ട് തന്നെ നമ്മളത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. ഇനി ഇതിന്റെ പുറത്തേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് നമ്മൾ സാധാരണ ഇലയട ചുട്ടെടുക്കണ പോലെ തന്നെ മടക്കി വെച്ച് ഒരു ആവി പാത്രത്തിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു ഇഡ്ഡലി തട്ടാണ് വെച്ചിരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മാവെടുത്ത് ഇലയിലേക്ക് ഒഴിക്കുക, എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ എല്ലാവരും ഒരേപോലെ അരയ്ക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് വെള്ളം കൂടുതലൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോറ് എടുത്തിട്ട് ഇതിന്റെ കൂടെ ഒന്ന് അരച്ചു കൊടുക്കുക. അരയ്ക്കുമ്പോൾ വെള്ളം കൂട്ടിയല്ല അരയ്ക്കേണ്ടത്, നമ്മുടെ ഈ മാവ് കൂട്ടി തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളമായി ഒന്ന് കുറഞ്ഞിട്ട് കറക്റ്റ് പാകമായി കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇപ്പൊ എല്ലാ ഇലയുടെയും ഞാൻ റെഡിയാക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കണം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഇലയട റെഡി ആയിട്ടുണ്ട്. അരി വറക്കോ പൊടിക്കോ കുഴയ്ക്കോ ഒന്നും ചെയ്യാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പൊ നമുക്ക് സമയമില്ലാത്തപ്പോഴോ അരിപ്പൊടി ഇല്ലാത്തപ്പോഴൊക്കെ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ദിവസം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.